വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് അഖിലയുടെയും കൃഷ്ണനുണ്ണിച്ചേട്ടന്റെയും കുഞ്ഞു വാവയുടെ നൂലുകെട്ടാണ്. ഞാൻ നൂലുകെട്ടിന് പോകാനായിട്ട് റെഡി ആകുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നൂലുകെട്ടിന്റെ ഒക്കെ വീഡിയോസ് വഴിയെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്ക് ആകെ കഷ്ടി 15 മിനിറ്റേ ഉള്ളൂ. വിത്തിൻ ദിസ് ടൈം നമുക്ക് റെഡി ആകണം. കാരണം ഞാൻ ഓൾറെഡി ലേറ്റ് ആയി. ഇപ്പൊ തന്നെ മണി 10 നമുക്ക് 11 o'clock ഫംഗ്ഷൻ. എനിക്ക് ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവറിന് മേലെ ട്രാവൽ ടൈം ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് അലുകുലത്ത് പരിപാടി ഉണ്ട്. അപ്പം നിയർലി എനിക്കൊരു 15 മിനിറ്റ്സേ ഉള്ളൂ റെഡി ആകാനായിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡി ആകാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ബിഫോർ സ്റ്റാർട്ടിങ് മൈ മേക്കപ്പ് അല്ലെങ്കിൽ ബിഫോർ ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തു. അപ്പം ഞാൻ ആദ്യം ലിപ് ബാം ഇൻ ദ സെൻസ് വാസലിൻ ഇടുകയാണ്. കാരണം എന്റെ ലിപ്പ് ഒന്ന് ചെറിയ ഡ്രൈനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് മേക്കപ്പ് ഒക്കെ എല്ലാം ഫിനിഷ് ആയി ലിപ്സ്റ്റിക് ഇടുന്ന സമയത്തേക്ക് ലിപ്പ് ഒന്ന് നൈസ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടി ഞാൻ ആദ്യമേ വാസലിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് നയാസിനമൈഡിന്റെ സിറം ആണ്. ഇതൊക്കെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്റെ എല്ലാ ഗെറ്റ് റെഡി വിത്ത് മീയിലും നിങ്ങൾ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണിത്. വലിയ പുതുമ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഇതൊക്കെ എന്റെ യൂഷ്വൽ ഡെയിലി റുട്ടീനിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പം എപ്പോഴും എന്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എന്റെ എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ തന്നെയാണ് എന്റെ സ്ഥിരമുള്ള സാധനങ്ങൾ. അതിൽ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. എങ്കിലും ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാന്ന് വെച്ചു. കാരണം ഇന്നത്തെ ഈ ദിവസം എനിക്ക് ഭയങ്കര 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 പ്രഷ്യസ് ആണ്. നമ്മുടെ കുഞ്ഞുവാവയുടെ നൂലുകെട്ട് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഓരോ മൊമെന്റ്സും എനിക്ക് ആഡ് ഓൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹത്തിന്റെ പുറത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ആൻഡ് ഓൾ ടൈം മൈ ഫേവറേറ്റ് സെറ്റഫിലിന്റെ മോയ്സ്ചറൈസർ ആണ്. ആക്ച്വലി എന്റെ യൂസേജ് കാരണം ഇത് പൊട്ടിപ്പോയി, ഇതിന്റെ അടപ്പ് പൊട്ടിപ്പോയി. എന്നാലും ഞാൻ അതിനെ നശിപ്പിക്കാതെ കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഭയങ്കര റഷ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവും. കാരണം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് എപ്പോഴും ഈ ഒരു ടെൻഷൻ ഫീൽ ഉണ്ട്. മോയ്സ്ചറൈസർ ഒക്കെ സാധാരണ ഇങ്ങനെയൊന്നും അല്ല ഞാൻ ഇടുന്നത്. അപ്പൊ അതിനുള്ള സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എല്ലാം ഇട്ടു എന്ന് കാണിക്കണമല്ലോ. ഒത്തിരി ഇച്ചിരി കൂടിപ്പോയി എടുത്തത്. പിന്നെ കയ്യിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും കയ്യും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ആൻഡ് ബൈ ദ വേ ഗൈസ്, ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു 6 to 7 years മുന്നേ തയ്പ്പിച്ച ഡ്രസ്സാണ് എൻ്റെ ഒരു കസിന്റെ വെഡിങ്ങിന് വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ നിയർലി ഇത് രണ്ടും കൂടെ പെയർ ചെയ്തൊരു 3 വട്ടം അങ്ങാണ്ട് ഇതുവരെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ കുറച്ചൊന്ന് പിരിക്കേണ്ടി വന്നു, ചെറിയൊന്ന് സൈഡ് ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. പക്ഷെ എനിക്കിത് ഇപ്പൊ കയറി. ഒരു 6 വർഷം മുന്നുള്ള എന്റെ ഡ്രസ്സ് ചെറിയൊരു ഓൾട്ടറേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. കാരണം ഞാൻ ഇന്നലെ ഉണ്ണിച്ചേട്ടനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഞാനൊരു ഡ്രസ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതെനിക്ക് കയറുമോ ഇല്ലയെന്നൊന്നും അറിഞ്ഞുകൂടാ. അതില്ലെങ്കിൽ എനിക്ക് പ്ലാൻ ബി വേറെ ഇല്ല, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ഞങ്ങളുടെ യൂഷ്വൽ കോൺവെർസേഷനിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നേ. അപ്പൊ ഇന്ന് രാവിലെ ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് തുന്നൽ അഴിക്കേണ്ടി വന്നു ഒരു സൈഡ്. പക്ഷെ എനിക്ക് സെറ്റായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു കറക്റ്റ് ഫിറ്റാന്ന് തോന്നുന്നു എനിക്ക്. എനിവേസ്, ആൻഡ് ഞാൻ എന്റെ ഹെയർ ഇന്നലെ ചെയ്തു. മറ്റേ നാച്ചുറൽ കേൾസിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി കിടന്നപ്പോഴേ എന്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ ഒരു സാധനം വെച്ചിട്ട് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഹെയർ ഇനി ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ സൺസ്ക്രീൻ ഞാൻ വാരി പൊത്തും. കാരണം ഇതിനൊരു ചെറിയ ടിൻറ്റഡ് ഫീൽ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ആക്ച്വലി ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിത് വാരി പൊത്താൻ കാരണം ഈ ചൂടത്ത് നമുക്ക് എന്തായാലും സൺസ്ക്രീൻ മസ്റ്റ് ഹാവ് ആണ്. ഞാനിപ്പം എന്റെ സ്കിൻ കുറച്ച് ദിവസം ഒട്ടും ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് ചെറിയൊരു നല്ല രീതിക്ക്, ചെറുതല്ല നല്ല രീതിക്ക് ടാൻ ആയിട്ടുണ്ട്. അപ്പം അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ ഒക്കെ ഞാനിപ്പം വാരി അടിക്കുന്നുണ്ട്. ദൈവമേ കൂടിപ്പോയി. ഈ ടെൻഷനിൽ ഇങ്ങനെ ചെയ്യുന്നോണ്ടേ കുട്ടി അടിച്ചാണ് കരിപ്പുണ്ട് കൈ. ടെൻഷൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എല്ലാം ഇടുന്നതും കൂടിപ്പോയി. ഈശ്വര, ഇത് ഭയങ്കര ഓവറായിപ്പോയി. ഞാനിതൊന്ന് മറ്റേ ചാന്ത് വടിക്കുമ്പോ അഡീഷണൽ വരുന്ന ചാന്ത് ഈ മേസ്തിരിമാരൊക്കെ ഇന്ന് വടിച്ചെടുക്കത്തില്ല, ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ. എന്താ ഞാൻ അതൊന്ന് വൈപ്പ് ചെയ്തോട്ടെ. യെസ്, സോ അധികം നിന്നിരുന്ന സൺസ്ക്രീൻ എല്ലാം ഞാൻ തുടച്ച് പറ്റിച്ച് റെഡിയാക്കി ഇപ്പൊ സെറ്റായി. ആൻഡ് അടുത്ത് നമുക്ക് ഞാൻ ധൃതി പിടിക്കുന്നില്ല. കുറച്ച് ലേറ്റ് ആയിട്ട് പോകും. കാരണം ധൃതി പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എല്ലാ മണ്ടത്തരങ്ങളും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ധൃതി പിടിക്കുന്നില്ല. നമുക്കിനി കളർ കറക്ടർ യൂസ് ചെയ്യാം. ഇൻസൈറ്റിന്റെ യൂഷ്വൽ സെക്കൻഡ് സാധനം ഞാൻ മേടിച്ചു. അന്ന് ഒരെണ്ണം തീർന്നിട്ട് അതും ഏതാണ്ട് തീർന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന് മാത്രം പുട്ടിയടിച്ചോണ്ട് എവിടെ പോകുന്നെന്ന്. ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ഞാനും അതാണ് ചിന്തിക്കുന്നുള്ളൂ. ഇതിന് മാത്രം ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷെ 3 ഷെയ്ഡ്സ് മാത്രം ഞാൻ സ്ഥിരം എടുക്കുന്നത് കൊണ്ട് ആ 3 ഷെയ്ഡ്സ് തീർന്നു. നല്ല ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം മറ്റേ നമുക്ക് കൺസീലർ എടുക്കണം, പിന്നെ അതിടണം ഇതിടണം, അങ്ങനെ മൾട്ടിപ്പിൾ ടാസ്ക് ഉണ്ട്. പക്ഷെ ഇതിന്
നമുക്ക് എല്ലാം ഒന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എല്ലായിടത്തും ഒന്നും വലിച്ചു വരികയായിരുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ സൺസ്ക്രീൻ ചെറിയൊരു ടിൻ ഫീൽ ഉള്ളതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു സാധനം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും സ്വാഭാവികം ഇതാണോ വളരെ കുറച്ചെന്ന്, ബട്ട് ഇത് വളരെ കുറച്ചാണ്. അപ്പോൾ ഇനി അടുത്ത ഇതൊന്ന് തേച്ച് പറ്റിച്ച് സെറ്റ് ആക്കണം നമുക്ക്. അപ്പൊ ഞാൻ നമ്മുടെ കൺസീലർ അതെല്ലാം സെറ്റാക്കി. ഇനി അടുത്തത് പോൺസിന്റെ ഈ ഒരു നാച്ചുറൽ ഗ്ലോ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇട്ട സാധനമെല്ലാം നമുക്ക് അവിടെ ഒട്ടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പൗഡർ. ഇതിന്റെ പുറമെ ഞാൻ വേറൊരു പൗഡർ ഇടുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്താണ് പൗഡർ ഇരിക്കുന്നത്, ചെറിയ ഹോള് വഴിയാണ് പൗഡർ പുറത്തോട്ട് അത് ഇങ്ങനെ ഇട്ട് കുലുക്കുന്നത്. ഇനി തുറന്നു കഴിഞ്ഞാൽ ദേഹത്ത് മുഴുവനാവും, കാരണം ഇന്ന് ഫുൾ മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ദേഹത്ത് മുഴുവനാകും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു, അതിന്റെ മെയിൻ റീസൺ. ആൻഡ് ബൈ ദ വേ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത് വളകാപ്പ് നടന്ന സെയിം വെന്യൂലാണ്, വൈരോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ചിട്ട്. അപ്പോ എന്താ ഇച്ചിരി ചൂടായിരിക്കും അന്ന് തന്നെ. നമുക്ക് പിന്നെ അന്നത്തെ ആ ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലൈമറ്റ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ച് ചൂടുള്ളത് കൊണ്ട് ഞാൻ അന്നത്തെ പോലെ തന്നെയാണ് വലിയ മേക്കപ്പ് ഒന്നും ഇടുന്നില്ല, ലൈറ്റ് മേക്കപ്പ് മാത്രമാണ് ഇടുന്നത്. ഇതൊന്നും ഇങ്ങനെ അല്ലടാ ചെയ്യേണ്ട, പക്ഷെ ടെൻഷൻ ആയി പോകുന്നു, ലേറ്റ് ആയോ എന്നൊക്കെ ആലോചിച്ചിട്ടേ. അപ്പോ ഇങ്ങനെയൊക്കെ കുളമാക്കി എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്നാ ഇതൊക്കെ ഇടാതെ പൊക്കൂടെ എന്ന് സ്വാഭാവികം ചോദിക്കാം, പക്ഷെ ഇതൊന്നും ഇടാണ്ട് പുറത്തു പോകാനും ഒരു മൈൻഡ് അനുവദിക്കുന്നില്ല. അതാണ് മെയിൻ റീസൺ. നമുക്ക് അടുത്ത ഐബ്രോസ് സെറ്റ് ചെയ്യാം. ഇപ്പോ എന്റെ മിറർ ബൈ ദ വേ ഇവിടെ ഇരിക്കുന്നോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് ആക്ച്വലി വീഡിയോ ചെയ്തതേ. എന്റെ യൂസേജ് കാരണം ഇതൊക്കെ ഒരു അവസ്ഥയായി, ഇതിന്റെ അടപ്പൊക്കെ പൊട്ടിപ്പോയി. അത്രയ്ക്ക് ഞാൻ ദിഗംബരനാകാൻ വേണ്ടിയിട്ട് എന്നും ഞാൻ യൂസ് ചെയ്യുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ഈ ഐബ്രോ, പിന്നെ ലിപ്സ്റ്റിക്ക്, 2 അല്ല 3 സാധനം ഐലൈനർ. അത് ജസ്റ്റ് പൊട്ടിടാൻ വേണ്ടി മാത്രം, വേറെ ഒന്നും ഞാൻ ഇട്ടില്ലെങ്കിൽ പോലും ഇത് 3ഉം മസ്റ്റ് ഹാവ് ആണ്. അതിൽ തന്നെ ഞാൻ എന്തൊക്കെ കോംപ്രമൈസ് ചെയ്താലും ലിപ്സ്റ്റിക്ക് ഒരു കാരണവശാലും ഞാൻ കോംപ്രമൈസ് ഇല്ല. ആസ് എവ്രി വൺ നോസ്, ലിപ്സ്റ്റിക് ഇടാണ്ട് നമുക്ക് പെൺപിള്ളേർക്ക് പുറത്തിറങ്ങാൻ, അതായത് ലിപ്സ്റ്റിക് യൂഷ്വലി യൂസ് ചെയ്യുന്ന പിള്ളേർക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് അറിയില്ല, നമ്മുടെ എന്തോ ഒരു പാർട്ട് കളഞ്ഞു പോയൊരു ഫീലാണ് നമുക്ക് ആ ഒരു നേരത്ത് ഉണ്ടാവാറുള്ളത്. യെസ്, ഫൈനൽ. ഇനി നമുക്ക് പൊട്ടിടാം, അതുപോലെ കണ്ണെഴുതാം. എനിക്കത് കണ്ണാടിയുടെ അടുത്തിരുന്ന് എഴുതിയാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അപ്പൊ ഞാനത് എഴുതിയിട്ട് വന്നിട്ട് കാണാവേ. അപ്പോ കണ്ണെഴുതി. ഇനി അടുത്ത് നമുക്ക് കൺമഷി എഴുതാം. ഐലൈനർ ഇട്ട് മേൽഭാഗം പൊട്ടു ഇട്ടു, നമുക്കിനി കൺമഷി ഇടാം. ഞാൻ ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോ സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കതുകൊണ്ട് അതിനോട് വലിയ താല്പര്യം. യൂഷ്വലി ഞാൻ എൻ്റെ ഡെയിലി മേക്കപ്പിൽ താഴ്ഭാഗത്ത് എഴുതാറില്ല, കണ്ണിന്റെ മേലെ മാത്രമേ എഴുതാറുള്ളൂ. കാരണം ചിലപ്പോ സ്മഡ്ജ് ആകും, അപ്പൊ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ലാത്തൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഞാൻ കഴിവതും അത് അവോയ്ഡ് ചെയ്യും. ആൻഡ് ഇന്ന് എൻ്റെ മേക്കപ്പിൽ ഞാൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ് NYBയുടെ ഈ ഒരു സ്ട്രോപ്പ് ക്രീം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ വ്ളോഗർമാരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. കാരണം ഭയങ്കര നൈസ് ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് എങ്ങനെയാ എന്താ എന്നൊന്നും അറിയില്ല. റോസ് ഗോൾഡ് അവരെല്ലാരും വീഡിയോയിൽ എവിടെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോ ആ ഒരു നൈസ് ഫീല് കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ജസ്റ്റ് അങ്ങനെ ഇടുകയാണ്. നമ്മുടെ കണ്ണിന്റെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം, ഇച്ചിരി ഒന്ന് തിളങ്ങട്ടെ അല്ലെ. ഇതൊരു റോസ് ഗോൾഡ് തിന്റാണ് വരുന്നത്. അപ്പോ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാകും എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് സെറ്റിംഗ് പൗഡർ ഇടാം. ആക്ച്വലി ഈ സ്ട്രോപ്പ് ക്രീം ഇട്ടിട്ട് ആരും സെറ്റിംഗ് പൗഡർ ഇടില്ല എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനിടും, വേറെ ഒന്നും കൊണ്ടല്ല. ഇതിൽ ചെറിയൊരു ഗ്ലിറ്ററി ഒരു ടച്ച് വരുന്നുണ്ട്, അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ സാധനം ഇടാറുണ്ട്. ഞാൻ ലാസ്റ്റ് ആയത് ഇടുന്നത്, കാരണം എങ്കിൽ ആ ഒരു ഗ്ലിറ്ററി ഫീല് ഉടനീളം നിൽക്കത്തുള്ളൂ എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു.
ഈ വീഡിയോ കാണുന്ന മേക്കപ്പ് അറിയാന്നുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് ജഡ്ജ് ചെയ്യാൻ വരരുത്. മേക്കപ്പിന്റെ ABCDEFG പോലും അറിയാത്ത ടീമാണ് ഞാൻ. സോ എന്നിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഞാൻ എന്തായാലും മേക്കപ്പ് ഒക്കെ അഗാധമായി പഠിക്കാനായിട്ട് ആഗ്രഹം കാണിക്കുന്നുണ്ട്. പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം പഠിക്കുന്നില്ല. ഉള്ള നോളജ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് നമ്മുടെ ഫൈനൽ ടച്ചപ്പ് ചെയ്യാൻ പോകുന്നത്. NYBയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഇത് കിട്ടിയ ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. എവിടെ പോയാലും അല്ലെങ്കിൽ ഇപ്പൊ ഏത് വീഡിയോസിലും നിങ്ങൾക്ക് ഈ ഒരു ലിപ് ഷെയ്ഡേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇത് എന്റെ മനം കവർന്നു പോയി ഗൈസ്. യെസ്, കാരണം ആ ഒരു മൗസ് ടെക്സ്ചർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ഞാനിത് ഇപ്പൊ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നൊരു കിട്ടിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പറ്റുമെങ്കിൽ ഞാൻ ഇത് ഇട്ടോണ്ട് വെക്കുകയാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വൈകുന്നേരം വരെ നിന്നോളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ പോലും ഇത് പോകത്തില്ല. അത്രയ്ക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. അതാണ് എനിക്കിത് ഫേവറേറ്റ് ആവാനുള്ള മെയിൻ റീസൺ. സംഭവം ഇതിന് മാച്ചിങ് ഒരു ലിപ് ലൈനർ കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു കാര്യം മറന്നുപോയി, മസ്കാര ഇടാനായിട്ട്. അപ്പോ മസ്കാര വിട്ടൊരു പരിപാടിയില്ല നമുക്ക്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഐലാഷ് വെക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ഉള്ള ലൈക്ക് 4-3-7 രോമം നല്ല രീതിക്ക് വെക്കുന്നതാണ്. എന്താണെന്നറിയില്ല, എനിക്ക് അഡീഷണലി ഒരു ലാഷ് വയ്ക്കുന്നതിനോട് വല്ല എനിക്ക് കണ്ണിനൊരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. എന്തോ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ഒരിക്കലും അത് വെക്കാറില്ല. സോ നമ്മുടെ മേക്കപ്പ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് ഓർണമെന്റ്സ് ഇടുക, ജസ്റ്റ് ഹെയറിന് സെറ്റ് ചെയ്യുക. ബിഫോർ ദാറ്റ് നമുക്ക് ഇട്ടേക്കുന്ന മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. സോ ഐ എം യൂസിങ് മേക്കപ്പ് സ്പ്രേ ഇൻസൈഡ് എന്ന ബ്രാൻഡിന്റെ. അടിപൊളി നൈസ് സാധനമാണ് കേട്ടോ. നമുക്ക് അത് യൂസ് ചെയ്യാം. നമുക്കിനി ഒരു 2 minutes വെയിറ്റ് ചെയ്യാം ഇതൊന്ന് അബ്സോർബ് ആയിട്ട് എടുക്കാനായിട്ട്. ബൈ ദാറ്റ് ടൈം നമുക്ക് ഹെയർ കൂടി ഒന്ന് സെറ്റ് ആക്കാം. വലുതായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ കേൾസ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് കോംപ് ചെയ്യുന്നതേ ഉള്ളൂ ഇതിന് പുറത്തുകൂടി. അപ്പോൾ ആ ഒരു നൈസ് ഫിനിഷ് കിട്ടും എന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. That's it. അപ്പൊ ഇതാണ് എന്റെ മേക്കപ്പ് കം ഹെയർ ലുക്ക് ഫോർ കൊച്ചിന്റെ നൂലുകെട്ട്. ഈ ഔട്ട്ഫിറ്റ് നല്ലതല്ലേ? ഇത് അന്ത കാലത്തെ ഫാഷൻ ആയിരുന്നു, ഇപ്പോഴും ഫാഷൻ തന്നെയൊക്കെയാണ്. എനിക്കൊന്ന് ഇത് ഞാൻ ആ കല്യാണത്തിന് ഇട്ടതിന് ശേഷം എന്റെ കല്യാണം ഉറപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ചടങ്ങിലും ഞാൻ ഇത് തന്നെയാണ് ഇട്ടത്. അന്നും ഞാൻ വേറെ ഡ്രസ്സിലോട്ട് പോയില്ല. ഈ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു അന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് എന്റെ ലുക്ക്. ഇന്ന് ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ലുക്ക് കൂടി നമുക്ക് എടുക്കാം. നമുക്കിത് 2 ഓപ്ഷനാണ് ഉള്ളത്. ഐ മീൻ അപ്പോ രണ്ടും ഒന്ന് നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം ഏതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു സംവാട്ട് സിമിലർ കളറാണ്. ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇതെന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എനിക്കൊന്ന് ഒത്തിരി സ്ഥലത്ത് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്റെ കണ്ണ് ഇതിലാണ് ഉടക്കുന്നതെങ്കിലും ഇത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടി ഇട്ടാലോ? എനിവേസ് ഐ ഗോ ഫോർ ദിസ്. കാരണം ഇത് ഞാൻ എപ്പോഴും ഇടുന്നതായതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി പിടിക്കാം അല്ലെ? സോ യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ഞാനൊന്ന് എന്റെ ഹെയറിൽ കുറച്ച് സെറം കൂടി ഒന്ന് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ആ ഒരു എന്താ പറയാ, കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ അതൊന്ന് ഒതുക്കി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ഐ തോട്ട് ഓഫ് അപ്ലൈയിങ് കൈൻഡ് ഓഫ് സെറം. യെസ്, സോ മേലെ ഭാഗത്ത് ഞാൻ യൂസ് ചെയ്യുന്നില്ല കാരണം ചിലപ്പോൾ ചപ്പിപ്പോകും. അപ്പോൾ ആ ഒരു വോളിയം ഇല്ലെങ്കിലും വോളിയം തോന്നിക്കുന്ന ഫീൽ എനിക്ക് വേണമല്ലോ. സോ ദാറ്റ്സ് മസ്റ്റ് ഹാവ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.